ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രീസ് വീട്ടിലേക്ക് നമസ്കാരം. ഞാനിന്നിവിടെ വയ്ക്കാൻ പോകുന്നത് ഒരു പാല് ചേർത്ത മുളക് കറിയാണ്. നമുക്കിന്നൊരു ചൂര കിട്ടിയിട്ടുണ്ട് ചന്തയിൽ പോയപ്പോഴത്തേക്ക്. അപ്പോൾ അതിട്ട് മുളക് കറി, പാല് ചേർത്ത മുളക് കറി എങ്ങനെ വയ്ക്കാമെന്നുള്ളതാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, കൂടെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴലുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിയും സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്നതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റാം. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, അതും നന്നായിട്ടൊന്ന് പച്ച മണം മാറുന്നവരെ വറുത്തെടുക്കാം. മല്ലിപ്പൊടിയും മറ്റു മസാലകളും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ കിടന്ന് വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്താൽ മതി. കാര്യം നമ്മൾ ഇതിനകത്ത് മറ്റൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒരുപാട് ചേർത്താൽ വെള്ളം പോലെ ആയിപ്പോകും കറി. ഇതിനകത്തേക്ക് നമുക്കിനി കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തിള വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മീൻ ചേർത്തിട്ടുണ്ട്, മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ടുണ്ട്. പക്ഷേ മീൻ കഷ്ണങ്ങൾ ചേർത്ത് വീഡിയോ കട്ടായിപ്പോയി. ഇത് ചാറ് കുറുകി വന്നപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലും ചേർത്ത് ഇനി ഇത് ഒന്ന് ചാറ് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. എല്ലാവരും വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. Thank you for watching.